ഗൈസ്, ഓസ്ട്രേലിയ മലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ കാനഡയിൽ വന്നിട്ട് ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. കുടുംബക്കാരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി ഗൈസ്. എന്ത് ചെയ്യും? അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ വ്ളോഗിനകത്തൊക്കെ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം എക്സ്പെഷ്യലി പെണ്ണുങ്ങളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങാനൊക്കെ കാണും. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെളിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഏകനായി. അപ്പം ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ എഡ്മണ്ടനിലെ ബാക്കി കുറച്ച് കാഴ്ചകളും കൂടി കണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ 1-2 സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെ പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഗൈസ്, അപ്പം നമ്മൾ ആദ്യമേ വന്നത് മുട്ടാർട്ട് കൺസർവേറ്ററി എന്നും പറഞ്ഞിട്ടുള്ള ഒരു പിരമിഡ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോൾ അത് നല്ല രസമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പല ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് ആ ടെമ്പറേച്ചറിൽ വളരുന്ന സസ്യങ്ങൾ വളർത്തി വിട്ടേക്കുന്ന കാഴ്ചകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ 4 പിരമിഡാണ് ഉള്ളത്. അപ്പോൾ $14 നമുക്ക് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു കോഫി ഹൗസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിരമിഡിലേക്ക് പോകാം. അപ്പോൾ അതിൽ 1-ാമത്തെ പിരമിഡ് ആരിഡ് പിരമിഡ്, അതുപോലെ തന്നെ ടെമ്പറേറ്റ് പിരമിഡ്, അതുപോലെ ട്രോപ്പിക്കൽ പിരമിഡ്, 100 ഏക്കർ വുഡ് പിരമിഡ്. ഇങ്ങനെ 4 പിരമിഡ്സാണ് ഇവിടെ ഉള്ളത്.
ഗൈസ് അങ്ങനെ നമ്മൾ വന്നത് ഇങ്ങനെ ഒരു കാർഡ് എടുത്ത് നമ്മുടെ മെൽബണിലെ മൈക്കി കാർഡ് പോലെ. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ പാർലമെൻറ്റ് കാണാനായിട്ട് പോവുകയാണ് അടുത്ത്. മുട്ടാർട്ട് കൺസർവേറ്ററി കണ്ടു കാണുമല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ചെടികളും ഒക്കെ ആയിട്ടുള്ള ചെറിയ സെറ്റപ്പ്, ഒരു 4 പിരമിഡ്, അതിനകത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഏതൊക്കെയാലും വന്നല്ലേ ഇതൊക്കെ കാണാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ കാണാം പാർലമെൻറ്റ്. അത് പക്ഷേ കുറച്ച് നടക്കാനുണ്ട്. ഈ കാണുന്ന പോലെയല്ല, ഒരു ചെറിയൊരു കുന്നിൻ്റെ മേളിലാണ്. അപ്പോൾ അന്നേരത്തേക്കും അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നടക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാൽ പിന്നെ ഈ ട്രെയിനിൽ കയറി പോകാമെന്നോർത്ത് അങ്ങനെ ആ കാർഡ് എടുത്തത്. ഏതൊക്കെയാലും വന്നല്ലേ, നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറേ നടക്കാനുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഹയർ ചെയ്തു. അപ്പോൾ ഇത് ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്കൂട്ടറിൽ നേരെ വിട്ടുപോയേക്കാം. ഇവിടുന്ന് ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽഡിങ്ങിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഇതെല്ലാം സിറ്റിയിലെ ഓരോരോ ബിൽഡിങ്ങുകളാണ്. കമ്പാരിറ്റീവ്ലി ചെറുതാട്ടോ, വളരെ ചെറിയൊരു സിറ്റിയാണ് ഈ എഡ്മണ്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേസ് അങ്ങനെ നടന്നും പിടിച്ചുമൊക്കെ ഇവിടം വരെ വന്ന് 107 സ്ട്രീറ്റ്, 107th സ്ട്രീറ്റ്. ഇതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. ഇവിടെയൊക്കെ കണ്ടോ, ചെറിയൊരു ടൗൺ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ. ഇത് ഫെഡറൽ പബ്ലിക് ബിൽഡിംഗ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ അവസാനം സംഗതി കണ്ടുപിടിച്ചു കേട്ടോ. കുറച്ച് നടപ്പുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ പോയ കൺസർവേറ്ററിയുടെ അവിടുന്ന് കുറച്ച് നടപ്പുണ്ടായിരുന്നു. ഏതൊക്കെയാലും കണ്ടുപിടിച്ചു. നല്ല മനോഹരമായിട്ടുള്ള ഒരു പഴയ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ബിൽഡിങ്ങാണ്. ബ്യൂട്ടിഫുൾ. ഈ ഒരു സറൗണ്ടിങ്സൊക്കെ അടിപൊളിയാക്കി അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ബ്രിട്ടീഷ് പതാക ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇതെനിക്ക് ഒന്ന് വേറെ എന്തോ ഒരു ഫ്ലാഗാണ് കേട്ടോ. ഗൈസ് ഇത് 1907 ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 1912 സെപ്റ്റംബർ 3 ഇത് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ കാലത്ത് $2 മില്യൺ ഇത് പണിയാനുണ്ടായിരുന്ന കോസ്റ്റ്. 57 മീറ്റർ ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഇവിടെ ഫ്രീ പബ്ലിക് ടൂർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ഫുള്ളി ബുക്ക്ഡായിപ്പോയി. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്ത് കയറി എല്ലായിടത്തെയും പോലെ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പാർലമെൻറ്റിനകത്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കയറിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ പേര് ലോയിസ് ഹോൾ മെമ്മോറിയൽ ഗാർഡൻ എന്നാണ്. മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ. ഇത് രസമായി. പിന്നെ ഈ ഗാർഡൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ബോളിംഗ് ക്ലബ്ബുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ബോളിങ്, അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കളിയാണ്. ഒരു സൈഡിൽ നിന്നൊരു നല്ല കട്ടിയുള്ളൊരു പന്ത് ഉരുട്ടി അങ്ങോട്ട് വിടുക, പുല്ലും പുറത്തുകൂടി. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കുറേ പന്തുകളുണ്ട്. അതേ പോയി തട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഓരോ പോയിൻറ്റുകൾ. പിന്നെ അത് ഓരോ നമ്പറുണ്ട് ഈ ബോളുകൾക്ക്, അതിനുള്ള വെയിറ്റ് ഉണ്ട്.
പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള അവരുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഗൈസ്, അടുത്ത ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ബ്രിഡ്ജ്. ദേ ഈ കാണുന്ന ബ്രിഡ്ജാണ്. 777 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിലൂടെ ഇപ്പോഴും ചെറിയ സ്ട്രീറ്റ് കാർ എന്ന് പറഞ്ഞിട്ട് ഈ ട്രാം പോലെയുള്ള ഒരു ചെറിയൊരു ട്രെയിൻ ഇതിലെ പാസേജ് ഉണ്ട്. അത് വീക്കെൻഡിലുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ 12-ാം തീയതി, അതായത് കനേഡിയൻ താങ്ക്സ് ഗിവിംഗ് ഡേയിലും ഇത് ഓപ്പറേഷനിലാണ്. കോൺസ്റ്റബിൾ STO ഫെറാനെ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കാണിത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ഒരു ഹൈ ലെവൽ ബ്രിഡ്ജിൻ്റെ, അതുപോലെ തന്നെ ആ ബ്രിഡ്ജിനോട് പാരലലായിട്ട് തന്നെ ഇപ്പോൾ ന്യൂ ആയിട്ട് പുതിയതായിട്ടൊരു ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അതിലൂടെയാണ് ഇപ്പോൾ ഉള്ള ട്രെയിൻ സർവീസും കാര്യങ്ങളും എല്ലാം. അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ദേ ഈ കാണുന്നത് കേട്ടോ. ഏതൊക്കെയാലും ഇത്രയും ദൂരമല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ബ്രിഡ്ജ് അക്രോസ് ഒന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ ഈ പാലത്തിനോട് ചേർന്ന് തന്നെയുള്ള ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജാണ് വാട്ടർഡെയിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഡ്മണ്ടൻ്റെ ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ എഡ്മണ്ടൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കാണിക്കുന്ന ഈ ഒരു ബ്രിഡ്ജാണ്. 2018 സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഗൈസ്, അങ്ങനെ ബ്രിഡ്ജിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്നു. അടിപൊളി. നല്ലൊരു എക്സസൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ വെതർ നല്ല സൂപ്പർ വെതർ, നല്ല കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. ഏതൊക്കെയാലും അങ്ങനെ ഈ ഒരു ഓൾഡ് ബ്രിഡ്ജ് കയറി നടന്ന് അടിപൊളിയായി. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എഡ്മണ്ടനിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കീപ് വാച്ചിങ്. നമ്മൾ ഇനി അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.